എന്തായാലും അൻവറിന്റെ വരവ് വലിയ ആഘോഷമാക്കുകയാണ്. UDF-നകത്തായാലും TMC പ്രവർത്തകരായാലും ഫ്ലക്സ് ബോർഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. PV അൻവറിനെ സ്വാഗതം ചെയ്ത് ബേപ്പൂരിലാണ് ഫ്ലക്സ് ബോർഡ്. PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസ് UDF അസോസിയേറ്റ് അംഗമായതിന് പിന്നാലെയാണ് ഫ്ലക്സ് ബോർഡ് ഉയർന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ് ബേപ്പൂർ. ബേപ്പൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് നേരത്തെ അൻവർ പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകാനുള്ളത്. നന്ദഗോപാൽ, PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്നുള്ള അഭ്യൂഹം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അൻവർ തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം വളരെ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബോർഡ് വെച്ചിരിക്കുന്നതും തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകളാണോ, അല്ലെങ്കിൽ ഈ UDF-ന്റെ ആളുകൾ ഇനിയെങ്കിലും ബേപ്പൂരിലും ജയിക്കാനുള്ളൊരു സാധ്യത അൻവറിലൂടെ കാണുന്നത് കൊണ്ട് UDF പ്രവർത്തകർ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണോ ഈ ബോർഡ് വെച്ചിരിക്കുന്നത്? നഫൽ, ഏതായാലും ഈ ബോർഡ് ആരാണോ വെച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഞാൻ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ബോർഡ് ഇവിടെ ബേപ്പൂര് ജംഗ്ഷനിലായിട്ട് വന്നിട്ടുണ്ട്. അതിൽ PV അൻവറിന് ബേപ്പൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം എന്ന് മാത്രമാണ് എഴുതിയത്. അജ്ഞാതമായ ഒരു ബോർഡാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പേരൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇവിടെയുള്ളവർക്കും ആരാണ് ഇത് വെച്ചത് എന്നത് സംബന്ധിച്ച കൃത്യമായ ഒരു വിവരങ്ങളൊന്നും തന്നെയില്ല. ഏതായാലും ലഭിക്കുന്ന വിവരം അനുസരിച്ച് UDF-ൽ തന്നെ അടിത്തട്ടിൽ PV അൻവർ ഈ ബേപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്നൊരു ആവശ്യം ശക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം PV അൻവർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി സത്തിനെതിരെയും അതോടൊപ്പം തന്നെ മൻമോഹൻ സത്തിനെതിരെയും മത്സരിക്കാൻ ബേപ്പൂരിൽ എത്താൻ താൻ തയ്യാറാണ് എന്നുള്ളത്, അങ്ങനെ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതോടൊപ്പം ഈ ബേപ്പൂർ മണ്ഡലം എന്ന് പറയുന്നത് CPM-ന്റെ സിറ്റിംഗ് സീറ്റാണ്, മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ഇവിടെ PV അൻവർ വന്നാൽ ശക്തമായ ഒരു മത്സരം നടക്കുമെന്നൊരു വിലയിരുത്തൽ താഴെ തട്ടിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവരുടെ വിലയിരുത്തൽ. അതോടൊപ്പം ഇത് CPM-ന്റെ സിറ്റിംഗ് മണ്ഡലമായതുകൊണ്ട് തന്നെ ഇത് PV അൻവറിന് വിട്ടുകൊടുക്കുന്നതിൽ മറ്റ് എതിർപ്പുകളൊന്നും ഇല്ല എന്നുള്ളതും ലഭിക്കുന്ന ഒരു വിവരമുണ്ട്. ഏതായാലും ഇവിടെയുള്ള നാട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. നമുക്ക് അവരോട് കൂടെ തന്നെ ചോദിക്കാം. ഇപ്പോൾ ഒരു ബോർഡ്, ഫ്ലക്സ് ബോർഡ് വന്നിട്ടുണ്ട് PV അൻവറുമായി ബന്ധപ്പെട്ടിട്ട്. PV അൻവർ ഇങ്ങോട്ട് വരുമോ? വരാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുജനാഭിപ്രായം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ നോക്കുമ്പോൾ അദ്ദേഹം വരുന്നത് തീർച്ചയായിട്ടും ഈ ഡിവിഷനിൽ വലിയൊരു ഇളക്കം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പൊതുജനങ്ങളുടെ അഭിപ്രായവും അതേപോലെ തന്നെ പാർട്ടി ആളുകളൊക്കെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വരവോടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഈ മണ്ഡലം, ബേപ്പൂർ നിയോജക മണ്ഡലം ശ്രദ്ധിക്കപ്പെടുകയും അതിന്റെ ഓളങ്ങൾ ഈ പ്രാദേശികമായിട്ടുള്ള വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നു ഉള്ള പ്രതീക്ഷയുണ്ട്. മാത്രമല്ല കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ മത്സരത്തിൽ കേവലം 1500-2000 വോട്ടിന് താഴെ കിടക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് അഞ്ഞു പിടിച്ചാൽ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. അതിന് ഏറെക്കുറെ അവരുമായിട്ട് കൂടുതൽ ഏറ്റുമുട്ടാൻ പറ്റിയ സ്ഥാനാർത്ഥി തന്നെ വേണമെന്നതാണ് പൊതുജനാഭിപ്രായം. തീർച്ചയായും അത്തരത്തിലൊരു അഭിപ്രായം ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. കൂടുതൽ ആളുകളോട് കൂടെ തന്നെ അഭിപ്രായം ചോദിക്കാം. എന്താണ്, PV അൻവർ വരുമോ? വൈറലായി കിടക്കാം. എന്താണ് നിങ്ങളുടെ പൊതുവിലെ ഒരു അഭിപ്രായം? എന്താ, വരാൻ സാധ്യത ഉണ്ടോ? അൻവർ വരാൻ സാധ്യത ഇപ്പോഴത്തെ കാലത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇപ്പൊ ജനങ്ങൾ പറഞ്ഞാല് 2 തോളിൽ കാലിട്ടെടുക്കുന്ന കാലഘട്ടം, അങ്ങോട്ടും ചെയ്യും ഇങ്ങോട്ടും ചെയ്യും. അപ്പൊ അതിനൊന്നും ഉറപ്പ് പറയാൻ പറ്റാത്ത സംഗതിയാ. നേരം മറിച്ച് കടലിന് വോട്ട് എത്ര പേരാണ്ട് നമുക്ക് കണക്ക് വരാം. ഈ അടുത്ത ഇത് കണക്ക് വരാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതോടെ കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ PV അൻവർ വരും? വരുമെന്ന് വിചാരിക്കുന്നു. കാത്തിരിക്കുക, പാർട്ടി തീരുമാനിക്കണല്ലേ. വന്നാൽ എങ്ങനെയായിരിക്കും മത്സരം? ശക്തമാവോ? ശക്തമായിരിക്കും തോന്നുന്നത്. അങ്ങനെ വ്യത്യസ്തമായൊരു അഭിപ്രായം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഏതായാലും PV അൻവർ വരാൻ സാധ്യത ഉണ്ടോ? വരാൻ സാധ്യത ഉണ്ടോന്ന് അറിയില്ല. ഇവിടെ നമ്മളൊരു ദിവസം നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ഒരു പോസ്റ്റർ വന്നാൽ എങ്ങനെയായിരിക്കും മത്സരം? വന്നാല് റിയാസിന് കുറച്ച് പാടായിരിക്കും. എന്താ അതിനുള്ള പ്രധാനപ്പെട്ട എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പ്രത്യേകിച്ച് ബേപ്പൂരുകാരാണല്ലോ. ഇത് അവരെ മണ്ഡലമാണല്ലോ, കാലങ്ങളായിട്ട് കുത്തകാക്കി വെച്ച മണ്ഡലമാണല്ലോ. അപ്പോ ഇവിടെ ഒരു ടൈറ്റ് മത്സരം വരുമെന്ന് വിചാരിക്കുന്നു. ഇനി UDF മുന്നണി തീരുമാനമൊക്കെ എന്താന്നൊക്കെ അറിയണം. PV അൻവർ വന്നാല് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഉള്ള അഭിപ്രായങ്ങളാണ് ആളുകൾക്കുള്ളത്. ഏതായാലും PV അൻവർ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ ഒരു വിശദീകരണം ഒന്നും നൽകിയിട്ടില്ല.